COVID-19 ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഡിസ്കഷനും COVID-19 ഓഗസ്റ്റ് 15-ാം തീയതി COVID-19 വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാവും എന്നൊരു സാധനമാണ്. അത് കുറെ അധികം ഡിസ്കഷന് തിരികൊടുത്തി. പലരും വളരെയധികം ആവേശം പൂണ്ടു. ശരിയാണ്, നല്ല ആവേശം നൽകുന്ന വാർത്ത തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പം സ്വാഭാവികമായിട്ട് കുറച്ച് സംശയങ്ങൾ ഉയരുകയുണ്ടായി. ആ സംശയങ്ങളോടുള്ള പലരും സമീപനം കണ്ടാൽ വാക്സിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന പോലെയാണ് ചിലവരുടെ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. അതായത് എന്താ വാക്സിൻ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത എന്താ കുഴപ്പം എന്ന രീതിയിലേക്ക്. അതാണ് ആ ഹിസ്റ്റീരിയാണ് നമ്മൾ പേടിപ്പിക്കുന്ന സാധനം. കാരണം ശാസ്ത്രത്തിൽ ഹിസ്റ്റീരിയ അല്ല, ശാസ്ത്രം ഗോസ് ബൈ എവിഡൻസ് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്സിനുകളുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു പൊതുജനാരോഗ്യ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പ്രവർത്തകനാണ്. ഒരു പൊതുജനാരോഗ്യ വിദ്യാർത്ഥി അല്ലെങ്കിൽ പൊതുജനാരോഗ്യം പ്രാക്ടീസ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വാക്സിനുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് സക്സസ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വാക്സിൻസ് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ പോക്സ്, ഞാൻ ലോകാരോഗ്യ സംഘടനയുടെ ഫ്രണ്ടിൽ ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ഫ്രണ്ടിൽ അവിടെ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിന്റെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്കൊരു ആവേശമുണ്ട്. കാരണം സ്മോൾ പോക്സിന് ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയ ആ സ്മോൾ പോക്സിനെ ലോകം വസൂരിയെ ഇറാഡിക്കേറ്റ് ചെയ്തത് വാക്സിനുകളുടെ വലിയൊരു സക്സസ് ആണ്. അങ്ങനെ വാക്സിൻ മൂലമുണ്ടായ സക്സസിൽ കുറെയാണ് നമ്മുടെ പോളിയോയുടെ എലിമിനേഷൻ. കൂടാതെ നമ്മൾ ഡിഫ്തീരിയ, ടെറ്റനസ്, വൂപ്പിംഗ് കഫ്, അങ്ങനെ കുറെ സംഭവങ്ങളുടെ രോഗങ്ങളുടെയും നിയന്ത്രണം നമുക്ക് കിട്ടിയിരിക്കുന്നത് വാക്സിനുകളുടെ ശക്തമായിട്ട് വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ടും ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടും ആണ് നമുക്ക് ഈ വലിയ സക്സസ് കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് വാക്സിൻ പൊതുജനാരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, വാക്സിനുകൾ പൊതുജനാരോഗ്യ എന്തൂസിയാസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പബ്ലിക് ഹെൽത്ത് ടൂളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ സാങ്ക്ടിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഓരോരോ പൊതുജനാരോഗ്യ പ്രവർത്തകരുടെയും ഈ മേഖലയിൽ താല്പര്യമായിട്ടുള്ള എല്ലാ ശാസ്ത്ര വിദ്യാർത്ഥികളുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ വാക്സിൻ സക്സസ് വുഡ് കണ്ടിന്യൂ. അതിന്റെ കോൺട്രവേഴ്സീസ് എന്ന് പറയുന്നതും അതിന്റെ ക്രൂഷ്യൽ ടു മേക്ക് ദ സയൻസ് ബിഹൈൻഡ് ദ വാക്സിൻസ് വെരി ഇഫക്റ്റീവ് ആൻഡ് സേഫ് എന്നാണ്. വാക്സിൻസ് എപ്പോഴും ഒരു റിസ്ക് ബെനിഫിറ്റ്, ഏത് പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസും ഒരു റിസ്ക് ബെനിഫിറ്റ് അനാലിസിസിന് ബേസ് ചെയ്താണ്. വെൻ വാക്സിൻ കംസ്, അതാണ് അതിന്റെ ബ്യൂട്ടി. ബെനിഫിറ്റ് വെരി മച്ച് ഓവർവെയ്സ് ദ റിസ്ക്. അതാണ് അതിന്റെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ഉദാഹരണം പറഞ്ഞാൽ സ്മോൾ പോക്സ്, ഒരു മരണം ഉറപ്പായിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ മരണം വലിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളിടത്താണ് നമ്മൾ സ്മോൾ പോക്സിന്റെ വാക്സിൻ കൊണ്ടുവരുന്നത്. അത് പറയുമ്പോൾ എന്റെ ശരിക്കത് എന്തുകൊണ്ടാണ് ഇത്രയും ആവേശം കൊണ്ടെന്ന് പറഞ്ഞാൽ സ്മോൾ പോക്സ് ചരിത്രത്തിലുണ്ടാക്കി, സ്മോൾ പോക്സ് വാക്സിൻ അത്രയും ചരിത്രത്തിലുണ്ടാക്കിയതാ. കാരണം അത് വാക്സിൻ വളരെ സേഫ് ആയിരുന്നു വെച്ചാൽ വളരെ സേഫ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സേഫ്റ്റി എഗെയിൻസ്റ്റ് മറ്റേ നോക്കിക്കഴിഞ്ഞാൽ അത് വസൂരി മരണം ഉണ്ടാക്കുമ്പോൾ വാക്സിൻ ചെറിയ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാക്കിയാൽ പോലും വസൂരിയുടെ വാക്സിൻ സ്മോൾ പോക്സിനെ ഇല്ലാതാക്കി എന്നതാണ്. പോളിയോയുടെ വാക്സിൻ വളരെ അപൂർവമായിട്ട് വാക്സിൻ ഇൻഡ്യൂസ്ഡ് പോളിയോ ഉണ്ടാക്കാം. പക്ഷെ എന്നാലും പോളിയോ ഉണ്ടാക്കുന്ന ഡിസബിലിറ്റിയെ വെച്ച് നോക്കുമ്പോൾ, പോളിയോ ഉണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അതുണ്ടാക്കുന്ന വളരെയധികം ഒരു ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് നോക്കുന്ന സമയത്ത് പോളിയോയുടെ വാക്സിൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിനാണ്. അതാണ് പോളിയോനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഈ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് എവിടെയാണ് ഇമ്പോർട്ടന്റ് ആവുന്ന അറിയോ? എന്താണ് കോവിഡ് എന്ന് മനസ്സിലാക്കുന്നത്. കോവിഡിന്റെ കേസ് ഫാറ്റാലിറ്റി റേറ്റ്, മരണനിരക്ക് എത്രയാണ്? സ്മോൾ പോക്സ് വെച്ച് നോക്കുമ്പോൾ കോവിഡിന്റെ മരണനിരക്ക് വളരെ നിസ്സാരമാണ്. അതേസമയത്ത് മരണനിരക്കിൽ കോവിഡ് എങ്ങനെയാ മരണം സൃഷ്ടിക്കുന്നത്? അത് എണ്ണം കൂട്ടിയിട്ടാണ്. അതിന്റെ വൈറസിന്റെ സ്പ്രെഡിന്റെ വേഗത കൊണ്ടാണ് കോവിഡ് മരണം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു കോവിഡ്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കോമോർബിഡിറ്റി ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണനിരക്ക് വളരെ കുറവാണ്. അതേസമയം ഇൻഫെക്റ്റീവ്, അത് ഞാൻ കേസ് ഫാറ്റാലിറ്റി റേറ്റ് പറഞ്ഞത്. ഇൻഫെക്ഷൻ ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് ഇൻഫെക്റ്റഡ് ആവുന്നു, അതിൽ എത്ര പേര് മരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും വളരെ കുറവാണ്. 0.2% പല പഠനങ്ങളും പറയുന്നത്. കേസ് ഫാറ്റാലിറ്റി റേറ്റ്, രോഗം കൺഫേം ചെയ്യുന്നതിൽ 2-3%, ചില രാജ്യങ്ങളിൽ 10% വരെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞാൻ പറഞ്ഞത്, കോവിഡിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇൻഫെക്ടിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് കേസ് ഫാറ്റാലിറ്റി റേറ്റിനേക്കാൾ വളരെ കുറവുള്ള സാധനമാണ് കോവിഡ്. പ്രത്യേകിച്ച് റെസ്പിറേറ്ററി വൈറസുകളെല്ലാം പൊതു സ്വഭാവം അങ്ങനെയാണ്, വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും, പക്ഷെ മരണനിരക്ക് വളരെ കുറവായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? അങ്ങനെ മരണനിരക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു അസുഖത്തിന് വാക്സിൻ ഉണ്ടാക്കുമ്പോൾ വാക്സിന്റെ സൈഡ് എഫക്ട് ഷുഡ് നോട്ട് ബി മോർ ദാൻ വൈറസിന്റെ പ്രശ്നത്തിനേക്കാൾ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് ഞാൻ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസിന്റെ കാര്യം പറയുന്നത്. സ്മോൾ പോക്സിന്റെ വാക്സിൻ ആകുമ്പോൾ സമയത്ത് കുറച്ച് റിസ്ക് ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? സ്മോൾ പോക്സ് ആളെ കൊല്ലും. അതുകൊണ്ട് വൈറസ് സമയത്ത് വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ സൈഡ് എഫക്ട് ഉണ്ടായാലും ഓക്കെ അതങ്ങ് ആയിക്കോട്ടെ എന്ന് പറയും.
പക്ഷെ COVID-19 വാക്സിനെ സംബന്ധിച്ചോളം സേഫ്റ്റി മറ്റതിനേക്കാളും കൂടുതലായിരിക്കണം. കാരണം COVID-19 എന്ന അസുഖം ആളുകൾ അങ്ങനെ കൊല്ലുന്നില്ല. അതുകൊണ്ട് വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത് വാക്സിൻ മാസ്സായിട്ട് കൊടുക്കുമ്പോൾ വാക്സിൻ കൊടുക്കുന്നത് അസുഖം എത്തുന്നവരിലേക്കാളും കൂടുതൽ ആളുകൾക്ക് വാക്സിൻ എത്തണമല്ലോ. അപ്പൊ അങ്ങനെ എത്തുന്ന സമയത്ത് അത് സൈഡ് എഫക്ട്സ് ചെറുതായിട്ട് പോലും ഉണ്ടാവാൻ സാധ്യത കുറയ്ക്കണം എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഒരു വാക്സിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക അത് മനസ്സിലാക്കണം. ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന ഏത് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 6 സ്റ്റേജസ് ഉണ്ട്, 6 ഘട്ടങ്ങളുണ്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്. ഒന്ന് ഒരു എക്സ്പ്ലോറേറ്ററി സ്റ്റേജ്. എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ഓരോന്ന് പറയാം. എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ഉണ്ട്, പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് ഉണ്ട്, ക്ലിനിക്കൽ സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് 3 ഫേസ് ഉണ്ട്. phase 1 ട്രയൽ, phase 2 ട്രയൽ, phase 3 ട്രയൽ. പിന്നെ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സ്റ്റേജിന് ശേഷം 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സ്റ്റേജ്. അല്ല, അതിന് 4ാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ അപ്രൂവൽ എന്ന സ്റ്റേജ്. അതായത് ഇതിന്റെ പഠനം, ക്ലിനിക്കൽ ട്രയലിന്റെ ഒക്കെ പഠനങ്ങൾ പരിശോധിച്ച് അതിന്റെ റിവ്യൂ ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന ഫേസ് ആണ് 4ാമത്തെ സ്റ്റേജ്. 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മാനുഫാക്ചർ സ്റ്റേജ്. അതിനുശേഷം മാസീവായിട്ട് മാനുഫാക്ചർ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നു. ആ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിനാണോ അതൊക്കെ അതിനകത്ത് വരുന്ന അവിടെയാണ്. പിന്നെ അതിനുശേഷം 6ാമത്തെ സ്റ്റേജ് ആണ് ക്വാളിറ്റി കൺട്രോൾ. അതായത് ഒരു വാക്സിൻ സമൂഹത്തിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യുക എന്നുള്ള സാധനമാണ് 6ാമത്തെ സ്റ്റേജ്. അവിടെയാണ് ഏറ്റവും. അപ്പൊ ഇപ്പൊ ഈ 6 സ്റ്റേജ്, എക്സ്പ്ലോറേറ്ററി, പ്രീ ക്ലിനിക്കൽ, ക്ലിനിക്കൽ, അപ്രൂവൽ, മാനുഫാക്ചറിങ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റേജ്, ഈ 6 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. COVID-19 വാക്സിനെ സംബന്ധിച്ചിടത്തോളം പല ട്രയലുകളും നടക്കുന്നുണ്ട് കേട്ടോ. ഇത് അപൂർവമായിട്ട് എന്തോ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് WHO സോളിഡാരിറ്റി ട്രയൽ എന്ന് പറഞ്ഞിട്ട് മേജറായിട്ട് ട്രയൽ ഉണ്ട്. പിന്നെ ഗാവി, കുറെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും കൊളാബറേഷൻസ് ഒക്കെ പലതരത്തിലുള്ള വാക്സിനുകളുടെയും ഈ പ്രവർത്തനങ്ങളുടെ അതിന്റെ മോണിറ്ററിങ്ങും ഓരോ സ്റ്റഡീസും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പം WHO കണക്കനുസരിച്ച് 140-ൽ കൂടുതൽ കാൻഡിഡേറ്റ് വാക്സിൻസ്, അതായത് ഓരോ തരത്തിലുള്ള ഓരോ പുതിയ വാക്സിൻസ് ആണ് നമ്മൾ ഓരോ ട്രയലിനാണ് ഓരോ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം കാൻഡിഡേറ്റ് വാക്സിൻസ് തന്നെ 140-ൽ അധികം വാക്സിനുകളിൽ 18 വാക്സിനുകളാണ് ഇപ്പോൾ നമുക്ക് ക്ലിനിക്കൽ ഫേസിലുള്ളത്. പ്രീ ക്ലിനിക്കൽ ചെയ്ത് ക്ലിനിക്കൽ ഫേസിലെത്തിയ, അതായത് 3ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയ 18 വാക്സിനുകളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മിനിഞ്ഞാന്നും വരെ ഉള്ളത്. അപ്പൊ അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ സ്റ്റേജിലെ വാക്സിൻ എത്തിയെന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്ക് വളരെ ആവേശപൂർവ്വം ഞാൻ പറയുന്ന വാക്സിനാണ് ഓക്സ്ഫോർഡിന്റെ ഷാഡോക്സ് വാക്സിൻ. അത് 2 അഡ്വാൻറ്റേജ് കൊണ്ടാണ് പറയുന്നത്. ഒന്ന്, അതിന്റെ നമ്മുടെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ അകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല ശാസ്ത്രീയമായിട്ട് കുറെ പഠനങ്ങൾ അതിനകത്ത് നടന്നുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് വാക്സിനാണ് ഞാൻ കുറച്ചധികം പ്രതീക്ഷ വെക്കുന്നത്. അതിന്റെ അകത്ത് തന്നെയാണ്. അതിന് നമ്മുടെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന്റെ അകത്ത് ഇൻവോൾവ് ആണ്. പിന്നെ വരുന്ന വാക്സിനുകൾ മൊഡേണയുടെ വാക്സിൻ ഉണ്ട്, ഫൈസറിന്റെ വാക്സിൻ ഉണ്ട്. അങ്ങനെ കുറെ അധികം വാക്സിനുകൾ ലോകോത്തര തലത്തിൽ phase 3-ൽ എത്തിയ വാക്സിനുകൾ, നമ്മുടെ സ്റ്റേജ് 3 അതായത് ക്ലിനിക്കൽ ട്രയലിലെത്തിയ കുറെ വാക്സിനുകൾ ഉണ്ട്. പക്ഷെ ഈ വാക്സിനുകളെല്ലാം പോലും അവകാശപ്പെടുന്ന അവർ ഡിസംബർ മാസമോ ഒക്ടോബർ ചിലർ അവകാശപ്പെടുന്നു, ഡിസംബർ മാസമോ അത് വിപണിയിൽ എത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം എത്ര റിയലിസ്റ്റിക് ആയി പറഞ്ഞാലും ഈ വർഷത്തിന്റെ അവസാനവും ചിലർ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലോ പകുതിയിലാണ് പറയുന്നത് ഈ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന വാക്സിനുകൾ പോലെ. അപ്പൊ ഓരോ ഫേസ് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് phase 1 ക്ലിനിക്കൽ ട്രയൽ? phase 1 ക്ലിനിക്കൽ ട്രയൽ 20 തൊട്ട് ഒരു 100 പേരെ ക്ലിനിക്കൽ ട്രയലിലേക്ക് വിധേയമാക്കുന്നു. അവിടെ എന്തൊക്കെയാ നോക്കുക എന്നറിയാം. ഒന്ന്, ഇപ്പൊ ഒരു പുതുതായിട്ട് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മുടെ ഹെൽത്തി വോളണ്ടിയേഴ്സ് ഞാൻ phase 1 ട്രയൽ എടുക്കുക. അപ്പൊ ഞാൻ പറയുന്നില്ല ഞാൻ വോളണ്ടിയർ ചെയ്യുന്നു, എന്നിട്ട് വോളണ്ടിയർ ചെയ്യുന്നു. ആ വോളണ്ടിയർ സമയത്ത് ഈ വാക്സിൻ എനിക്ക് എടുക്കുന്നു. നോക്കുന്ന കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ. സൈഡ് എഫക്ട് അല്ല, കുറച്ച് അതിന്റെ സേഫ്റ്റി ആണ് നോക്കുന്നത്. ഈ വാക്സിൻ കൊടുത്തത് കൊണ്ട് അതിന്റെ ബേസിക് എഫക്ട് എന്താണെന്നുള്ള കാര്യം, അത് എന്താണ്, കുറച്ച് ഓരോ ദിവസവും കഴിയുമ്പോൾ എന്താണ് അതിന്റെ ഇത് നോക്കും. അങ്ങനെ ചില സാഹചര്യം മിക്കവാറും നോക്കാൻ 3 തൊട്ട് 4 ആഴ്ച നോക്കും അതിന്റെ സേഫ്റ്റി വെച്ച് മാത്രം. വേറൊരു സാധനങ്ങൾ നോക്കാനുണ്ട്, അതിന്റെ ഇമ്മ്യൂണോജെനിസിറ്റി, അതിന്റെ എഫിക്കസി നോക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് എടുത്ത് പരിശോധിച്ചിട്ട് നമ്മളുടെ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അതായത് വൈറസിനെതിരെ പ്രതിപ്രവർത്തനം നടത്തേണ്ട, അതിനാണ് വാക്സിൻ കൊടുക്കുന്നത്, അതിന് ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ നോക്കും. അത് എത്ര ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ നോക്കും. അതാണ് അതിന്റെ എഫിക്കസി നോക്കും, സേഫ്റ്റി നോക്കും, എഫിക്കസി നോക്കും. പിന്നെ ഓരോ ഘട്ടത്തിലും അതിന്റെ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഈ സൈഡ് എഫക്ട് അഥവാ ഉണ്ടെങ്കിൽ ആ വാക്സിനേഷന്റെ ഡോസ് കൂട്ടുന്നതിന് കണക്കായിട്ട് സൈഡ് എഫക്ട് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്സിൻ കൊടുത്തിട്ട് ആ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ആ സൈഡ് എഫക്ട് വാക്സിന്റെ ഡോസ് കൂട്ടുമ്പോൾ കൂടുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കും.
അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് ഈ സ്റ്റേജിന് ശേഷമാണ് phase 2 സ്റ്റേജ്. പലരും ഈ phase 1 phase 2 ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് phase 1 phase 2 ഒരുമിച്ച് വരെ ചെയ്യാൻ വേണ്ടി പറ്റും. phase 2 ട്രയൽ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി ആളുകൾ എടുക്കും. കുറച്ചും കൂടി ആളുകൾ എടുത്തതിന് ശേഷം ഒരു ലാർജ് സെവറൽ 100 ആളുകൾ എടുത്തതിന് ശേഷം അവിടെ നോക്കുന്ന വെച്ചാൽ എത്ര ഡോസുകൾ കൊടുക്കണം ഇഫക്റ്റീവ് ആവണമെങ്കിൽ, എത്ര ഡോസുകളാണ് ഇഫക്റ്റീവ് കൊടുത്താലാണ് ഈ വൈറസിന് ഈ ആന്റിബോഡി കാര്യമായിട്ട് ഉണ്ടാവുക, എന്തൊക്കെ തരം റിയാക്ഷൻസ് ആണ് പലതരത്തിലുള്ള ഡോസസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്, അതിന് എന്തൊക്കെ തരത്തിലുള്ള എഫിക്കസിയാണ് പലതരത്തിലുള്ള ഡോസസിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കും. അത് ഇഫക്റ്റീവ് ഈ തന്നെ പരിശോധിച്ചതിന് ശേഷം അതിന്റെ സേഫ് ആണ്, ഇഫക്റ്റീവ് ആണ് എന്ന് ഒരു ഘട്ടം വരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ phase 3 പോകുള്ളൂ. എന്തുകൊണ്ടാണ് phase 3 ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റാത്തത്? phase 1 phase 2 ക്ലബ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് phase 3 ക്ലബ് ചെയ്യാൻ പറ്റാത്തത്? അതിന് ചെറിയ പ്രശ്നമുണ്ട്. കാരണം phase 3 10,000-കണക്കിന് ആളുകളിലാണ് പരീക്ഷിക്കേണ്ടത്. അപ്പൊ 10,000-കണക്കിന് ആളുകളിലേക്ക് സൈഡ് എഫക്ട് പരിശോധിക്കുന്നത് ഒരു സുഗുണ പരിപാടിയല്ലോ. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റിയും എഫിക്കസിയും കുറച്ച് മനസ്സിലായ ശേഷം ഡോസുകളും വ്യക്തമായതിനു ശേഷമാണ് phase 3 ട്രയലിലേക്ക് phase 2 phase 1 phase 2 phase 3 പോകും. phase 3 ട്രയലിന്റെ അകത്ത് അവിടെ നമ്മൾ ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. അതായത് വാക്സിൻ കൊടുക്കും, അല്ലെങ്കിൽ ചിലവർക്ക് വേറൊരു വാക്സിൻ കൊടുക്കും. അത് പലതരത്തിൽ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ പ്ലാസിബോ കൊടുക്കാം, അതായത് പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാത്ത വെറും വെള്ളം അടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു വാക്സിൻ കൊടുക്കാം. അതാണ് ബുദ്ധി. ഇപ്പൊ മെനിഞ്ചോകോക്കൽ വാക്സിൻ ആണ് മറ്റിവർ കൊടുക്കുന്നത്, ഓക്സ്ഫോർഡ് ഇത് കൊടുത്തത് ഒരു മെനിഞ്ചോകോക്കൽ വാക്സിൻ. കാരണം ഏകദേശം അതേപോലത്തെ ഒരു മൈൽഡ് സൈഡ് എഫക്റ്റ് ഉള്ളതാ. അതുകൊണ്ട് ആൾക്ക് മനസ്സിലാവില്ല അവർക്ക് ഏത് വാക്സിനാണ് കിട്ടിയെന്നില്ല. അത് പഠനത്തിന് കുറച്ചുകൂടി സഹായിക്കും. അപ്പൊ അതിന്റെ റാൻഡമൈസ് കൺട്രോൾ ട്രയലിന്റെ ഭാഗം വിശദാംശങ്ങൾ പറയുന്നില്ല. റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ചെയ്ത് വലിയ ആളുകൾ പോപ്പുലേഷൻ 10,000-കണക്കിന് ആളുകൾ പരിശോധിച്ചതിന് ശേഷം ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ എന്തൊക്കെ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവുന്നു, ഏത് ഏജ് ഗ്രൂപ്പിനാണ് സേഫ്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് സേഫ് അല്ലാത്തത്, ഓരോ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന അതിന്റെ ഇമ്മ്യൂണോജനിസിറ്റി, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നു, എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, എത്ര നാൾ ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ്. പലപ്പോഴും phase 3 ട്രയൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നീളുന്ന ട്രയലാ. ചിലപ്പോൾ 4-5 വർഷങ്ങൾ നീളുന്ന, ചിലപ്പോൾ അതിൽ കൂടുതൽ വർഷങ്ങൾ നീളുന്നതാണ് ഈ phase 3 ട്രയലുകൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുണ്ട് phase 3 ട്രയലുകൾ ഉണ്ടാവും. ഇപ്പൊ phase 1 phase 2 phase 3 ട്രയലുകൾക്ക് ശേഷം ഇതിന്റെ എല്ലാ പഠനങ്ങളും ശാസ്ത്ര സമൂഹം അസസ് ചെയ്തതിനു ശേഷം റിവ്യൂവിന് പോകും. ആ റിവ്യൂ നടന്ന് മൊത്തം റിവ്യൂ പരിശോധിച്ച് ഇതിന്റെ സൈഡ് എഫക്ട്സും മറ്റേതെല്ലാം പരിശോധിച്ച ശേഷം അതിന് അപ്രൂവലിന്റെ ഓരോ ഓർഗനൈസേഷൻ, ഇപ്പൊ നമ്മുടെ അവിടെ നാട്ടിലുള്ള ICMR, DGSA പോലുള്ള, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഡ്രഗ് കൺട്രോൾ പോലുള്ള കുറെ സംവിധാനങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടി അപ്രൂവൽ അതിന് കൊടുക്കുന്നു. ഇപ്പൊ FDA അപ്രൂവൽ ഇട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഒരു പ്രൊസീജിയറാണ്, അതൊക്കെ ചെയ്തെടുക്കുന്നു. ഇതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, മാനുഫാക്ചറിങ് റിവ്യൂ അപ്രൂവൽ കിട്ടിയതിനു ശേഷം, ലൈസൻസ് കിട്ടിയതിനു ശേഷം മാനുഫാക്ചറിംഗ് പോകും. ആ മാനുഫാക്ചർ പോയതിനു ശേഷം അതിന്റെ ഓരോ ഇതെടുത്ത് അതിന്റെ ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യും. അതിനുശേഷമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതെന്തിനെ ഇത്ര വിശദീകരിച്ച് പറഞ്ഞറിയോ, ഇത്രയും സ്റ്റെപ്പ് ഉണ്ടായേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ സ്റ്റെപ്പൊക്കെ ഈ സമയത്ത് കുറച്ചും കൂടി സ്പീഡ് ആക്കിയിരുന്നത് അറിയോ, ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 10 വർഷം വരെ എടുക്കാം. 10 അല്ല, അതിൽ കൂടുതൽ 20-30 വർഷങ്ങൾ എടുത്ത വാക്സിനുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ തന്നെ അടുത്ത എളുപ്പമുള്ള കാര്യമില്ല. അത് കുറച്ചധികം സങ്കീർണത ഇൻവോൾവ് ചെയ്യുന്ന കാര്യം. ഞാൻ പറഞ്ഞ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് കൃത്യമായി പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ പറ്റും. ഇനി ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും ഇന്ത്യയിൽ നടക്കുന്ന വാക്സിൻ ട്രയലുകൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട നമ്മൾ അറിയുന്ന വാക്സിൻ ട്രയലുകൾ ഏതൊക്കെയാണ്, അതല്ലേ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ വാക്സിനുകൾ എന്ന് വെച്ചാൽ ഒന്ന്, ഇപ്പം ഞാൻ ആദ്യം അതേ പറയുള്ളൂ, ഷാഡോക്സ് വാക്സിൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഷാഡോക്സ് വാക്സിൻ വളരെ കൃത്യമായിട്ട് നടന്ന് phase 3 എത്തിയിരിക്കുന്ന വാക്സിൻ, വളരെയധികം പ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്ന വാക്സിനാണ്. രണ്ടാമത്തെ വാക്സിൻ ICMR, NAV, ഭാരത് ബയോടെക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ കമ്പനി കൂടി ചേർന്ന് ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മുടെ കോവാക്സിന്റെ ഇപ്പൊ നമ്മുടെ വിവാദത്തിലിരിക്കുന്ന ആ വാക്സിൻ, വിവാദമല്ല ഈ ഡിസ്കഷൻ വരുന്ന വാക്സിൻ. അപ്പൊ ആ വാക്സിന്റെ ഇത് പ്രീ ക്ലിനിക്കൽ ഫേസ് കഴിഞ്ഞു, അതായത് എക്സ്പ്ലോറേറ്ററി ഫേസ് കഴിഞ്ഞു, പ്രീ ക്ലിനിക്കൽ ഫേസ് കഴിഞ്ഞു, ഇനി ക്ലിനിക്കൽ ഫേസിലേക്ക് പോവുകയാണ്. അതാണ് അവിടെയാണ് അത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ പ്രീ ക്ലിനിക്കൽ എത്ര ദിവസം എടുത്തു? 50 ദിവസം എടുത്തു. ഇനി ക്ലിനിക്കലിന് എത്ര തരുന്നത്? 5 ആഴ്ച. ഒരു സുഖമില്ലല്ലോ അല്ലെ? 5 ആഴ്ച കൊണ്ട് പ്രീ ക്ലിനിക്കൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യണം. ക്ലിനിക്കൽ ഫേസ് അങ്ങനെ ധൃതി വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. അവിടെയാണ് ഏറ്റവും നമ്മൾ എന്ത് ആവേശവും ഹിസ്റ്റീരിയായി മാറാതിരിക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇവരുടെ തന്നെ ഈ കോവാക്സിന്റെ തന്നെ കണക്കനുസരിച്ച് 194 ദിവസം വേണം അവർക്ക് പഠനം നടത്താൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഫേസും പഠിച്ച് 196 ദിവസമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 15 വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പറയുന്നതിന്റെ ഒരു പ്രശ്നം അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. 12 ആശുപത്രികൾ സ്റ്റഡി നടത്തുന്നത്, അതിൽ കുറേയേറെ സ്വകാര്യ ആശുപത്രികളാണ്. അതൊക്കെ അതിന്റെ ഒന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു വാക്സിൻ എന്തായാലും കോവാക്സ് വളരെ പ്രതീക്ഷ നൽകുന്ന വാക്സിൻ തന്നെ. പക്ഷേ ഈ ഡേറ്റുകളാണ് നമ്മുടെ ഒരു പ്രശ്നമുള്ളത്.
പിന്നെയുള്ളത് സൈഡസ് കാഡിലയുടെ വാക്സിൻ. അത് ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കുന്ന വാക്സിൻ. അതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യയിൽ ലഭ്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, ഈ വാക്സിനൊക്കെ ഇത്ര സ്പീഡിൽ പോയിട്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ട്. അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇതെല്ലാം സേഫ്റ്റിയും എഫിക്കസിയും റിസ്ക് ബെനിഫിറ്റും എല്ലാം അനാലിസിസ് ചെയ്തതിനു ശേഷം ഓരോ ഏജ് ഗ്രൂപ്പിന് എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് മനസ്സിലാക്കണം. ഇനി ഇത് മനസ്സിലാക്കാതെ പുഷ് ചെയ്താൽ എന്താ പ്രശ്നം? നമുക്ക് അടുത്തുള്ള ഉദാഹരണം നോക്കാം. കുറെ അധികം ചരിത്രത്തിൽ കുറെ ഉദാഹരണം ഉണ്ട് കേട്ടോ. അതിലെ ഏറ്റവും അടുത്തിട ഉദാഹരണം നോക്കാം. 2016 ഫിലിപ്പീൻസില് മറ്റേ ഡെങ്കുക്കെതിരുള്ള വാക്സിൻ ഡെങ് വാക്സിയ എന്നുള്ളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാക്സിനെ ഡെവലപ്പ് ചെയ്ത RITM, അതായത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രോപ്പിക്കൽ മെഡിസിൻ എന്നൊരു സ്ഥാപനം, ഫിലിപ്പീൻസിലെ സ്ഥാപനം ഒരു വാക്സിൻ പുഷ് ചെയ്തു. വാക്സിൻ ഡെങ് വാക്സിയ എന്നുള്ള ഡെങ്കുവിനുള്ള വാക്സിൻ 2016 തുടങ്ങിയിട്ട് 2017 നവംബർ ആയപ്പോൾ അതിന്റെ ദുരിതം ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് നിർത്തേണ്ടി വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നിർത്തേണ്ടി വന്നെന്നറിയാം? എന്താണ് ഡെങ്കി ഉണ്ടാക്കുന്ന പ്രശ്നം? സമാനമായിട്ട് പ്രശ്നം COVID-19 ഉണ്ട് കേട്ടോ. ഡെങ്കിയിലെ ആദ്യത്തെ ഡെങ്കി ഉണ്ടായ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ഡെങ്കി ഉണ്ടാകുമ്പോൾ ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ശരീരം നമുക്കെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് ഡെങ്കി ഹെമറാജിക് ഫീവർ. അപ്പൊ ഡെങ്കി ഹെമറാജിക് ഫീവർ ഉണ്ടാവുന്ന സാധ്യത, അത് ഉണ്ടാവുന്ന സമയത്തുള്ള റിസ്ക് ഇത് വർദ്ധിപ്പിച്ചു വാക്സിൻ ആക്ച്വലി. എന്നിട്ട് കോടതി പറഞ്ഞ സെന്റൻസ് നമ്മൾ കേൾക്കേണ്ടതാണ്. ആ വാക്സിൻ നിരോധിച്ചതിന് ശേഷം അതിന്റെ പിന്നിലുണ്ടായ ഡോക്ടറുടെ പേര് റോസ് കപ്പാഡിൻ എന്നുള്ള ഡോക്ടറിനെതിരെ ആ കേസ് 48 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് RITM, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ എന്നുള്ള ഫിലിപ്പീൻസിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്ത തെറ്റിന് അന്ന് കോടതി പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. ഇതിനെ നിരോധിച്ചുകൊണ്ടും ഇതിന് ചെയ്ത കുറ്റകരമായ അനാസ്ഥയെ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫെസിലിറ്റേറ്റഡ് ആൻഡ് അൺഡ്യൂ ഹേസ്റ്റ്. നിങ്ങൾ മനഃപൂർവ്വം പുഷുകയും അൺഡ്യൂ ഹേസ്റ്റ്, അനാവശ്യമായിട്ട് തിടുക്കവും കാണിച്ചിട്ട് റിസൾട്ടിങ് ഇൻ ഹോമിസൈഡ്, മരണ കാരണം ആളുകളെ കൊല്ലുന്നതിന് തുല്യമായ പ്രവർത്തനം ചെയ്തു എന്നാണ് RITM-നോട് ഫിലിപ്പീൻസിൽ കോടതി പറഞ്ഞത്. അങ്ങനെ 2016 ഡെങ്ക് വാക്സിയുടെ 2017 സമയത്ത് അത് നിരോധിക്കുകയും ഈ പറഞ്ഞ പോലെ കേസുകൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ കുറെ അനേകം ഉദാഹരണങ്ങൾ, ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഒരിക്കലും നമ്മുടെ കോവിഡ് വാക്സിനുകളെ പോലുള്ള പബ്ലിക് ഹെൽത്തിന്റെ ഏറ്റവും സുശക്തമായിട്ടുള്ള ആയുധം, ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ആയുധം, ഏറ്റവും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉള്ള ആയുധം, ഏറ്റവും റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് ഉള്ള ആയുധം, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഈ വാക്സിനെ നമ്മൾ ഒരു അനാവശ്യമായിട്ടുള്ള തിടുക്കം കാണിച്ചിട്ട് അതിന്റെ ഗുണഫലം ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. അപ്പം നമ്മളിപ്പം ഞാനതാ പറഞ്ഞു, ഏതൊരു പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണലിന്റെയും അൾട്ടിമേറ്റ് സ്വപ്നമാണ് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാനുള്ളത്. നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്യും. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ കൂടുതൽ പ്രതീക്ഷ കൽപ്പിക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓക്സ്ഫോർഡ് വാക്സിൻ ആണ്. അത് ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നുകൊണ്ട് നടത്തുന്ന, ഇന്ത്യയിൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിന്റെ മുകളിൽ പേറ്റന്റ് ഒന്നും ഇല്ലാതെ കിട്ടാൻ സാധ്യതയുണ്ടെന്നതാണ്. ഭാരത് ബയോടെക്കിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ശാസ്ത്രത്തെ വല്ലാതെ ഇതാക്കിക്കൊണ്ട് വെറും കച്ചവടക്കാരനായി പറയാൻ പാടില്ല. ഞാൻ അങ്ങ് ഉണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുക? പറഞ്ഞ കിൽഡ് വാക്സിൻ ആണ്, പ്രശ്നം ഉണ്ടാക്കില്ല. മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളിവിടെ വൈറസിന്റെ ബാധയല്ല നോക്കുന്നത്. വൈറസിനെതിരെ ശരീരം ഉണ്ടാക്കുന്ന റെസ്പോൺസ് കൊണ്ടാണ് പലപ്പോഴും COVID-19 മരണം ഉണ്ടാകുന്നത്. സൈറ്റോകിൻ സ്റ്റോം പോലുള്ള സംഭവം ഉണ്ടായിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, COVID-19 കിൽഡ് വാക്സിൻ ആണെങ്കിലും എന്ത് വാക്സിൻ ആണെങ്കിലും അതിന്റെ എഫിക്കസിയും അതിന്റെ ഡോസ് റെസ്പോൺസും അതിന്റെ സൈഡ് ഇഫക്ട്സും അതിന്റെ ഏജ് റിലേറ്റഡ് ഡോസ് റെസ്പോൺസും കുറെ കാര്യങ്ങൾ പരിശോധിച്ച് അവലോകനം ചെയ്താണ്. അതുകൊണ്ടാണ് ജനുവരിയിൽ അടക്കം തുടങ്ങിയിരുന്ന സ്റ്റഡീസ് ഇപ്പോഴും ശാസ്ത്രലോകം മൾട്ടി സെൻട്രിക് ആയിട്ടും ലോകത്ത് പല സ്ഥലങ്ങളിൽ നടത്തുന്ന പഠനങ്ങളും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന ഓക്സ്ഫോർഡിന്റെ വാക്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇത്രയധികം സമയം എടുക്കുന്നത്. അല്ല ആർക്കും ആദ്യം തന്നെ വിപണിയിൽ കിടക്കാൻ എല്ലാവർക്കും താല്പര്യം കാണുന്നില്ല. സോ ലെറ്റ്സ് കീപ് എക്സ്പ്ലോറിംഗ്. നമ്മൾ ഒരു രാജ്യം എന്ന രീതിയിൽ എന്തായാലും ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കും, ഒരു വാക്സിൻ ഉണ്ടാക്കും. പക്ഷെ അതിനകത്ത് അൺഡ്യൂ ഹേസ്റ്റ് ഉണ്ടാവുക, ഒരു പൊളിറ്റിക്കൽ പുഷിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഹിസ്റ്റീരിയയും ഹോപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
ഓഗസ്റ്റ് 15 ഒരു വാക്സിൻ ഇറക്കിയേ പറ്റുമെന്ന് ശാസ്ത്ര ലോകത്തിന്റെ മുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മുകളിലും ഇന്ത്യയിലെ പ്രമുഖരമായ എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിലും സമ്മർദ്ദം ചെലുത്തരുത്. ആ സമ്മർദ്ദം ചെലുത്തുന്നതിനെ നമ്മൾ എതിർക്കുക എന്ന് തന്നെ വേണം. അവിടെയാണ് ശാസ്ത്രം മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനം നടക്കേണ്ടത്. ഒരു ഹേസ്റ്റ്നെസ് അല്ല വേണ്ടത്. കൃത്യമായ ശാസ്ത്രീയ അവലോകനം കൊണ്ടാണ് നമുക്ക് ഈ വർഷാവസാനോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യഘട്ടത്തിലോ വാക്സിൻ ഡെവലപ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലേക്ക് തന്നെ പോകാം. അപ്പം ലെറ്റ്സ് സീ. അപ്പൊ അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ്സ് കീപ് ബ്രേക്കിംഗ് ദ ചെയിൻ. എല്ലാവരും പൊതുജനാരോഗ്യ ഇന്റർവെൻഷൻ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. അതായത് നമ്മളുടെ സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റേഷൻ, SMS കാര്യം, SMS സോപ്പ് മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള കാര്യം കൂടുതൽ നമ്മൾ ശക്തമായിട്ട് നടപ്പിലാക്കുക. വാക്സിനുകൾക്ക് ശാസ്ത്രലോകം ഡെവലപ്പ് ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി ശാസ്ത്രലോകത്തിനുണ്ട്. അതിനെ അവർ അനുവദിക്കുക, അതിനവർക്ക് സാവകാശം നൽകുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ സമീപനമാണ് തീരുമാനിക്കാൻ വേണ്ടി എല്ലാവർക്കും, ഇത് കേട്ട എല്ലാവർക്കും നന്ദി. ലെറ്റ്സ് കീപ് ബ്രേക്കിംഗ് ദി ചെയിൻ. താങ്ക് യു.